താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ അമ്മയെ നാട്ടിച്ചു. കഷ്ടം. എന്തോ പോയ അണ്ണാനെ പോലെയായി ഇപ്പം CPM. വൈഷ്ണവ സുരേഷ് CPM-ന് ഏറ്റ ഒരക്കിടിയാണത്രേ. അക്കിടി പറ്റിയ CPM-ൻ്റെ കള്ളക്കളി വെളിച്ചത്ത് വന്നതോടെ CPM BJPക്ക് പഠിക്കുന്നു എന്നതാണ് തെളിയുന്നത്. സംഗതി ഇതാണ് കേട്ടോ. നമ്മുടെ പെൺതാരം വൈഷ്ണയെ ചെറുതായിട്ടൊന്ന് മാന്താൻ ശ്രമിച്ചപ്പോൾ അട്ടപടലം തല്ലും മാന്തും കിട്ടി മാളത്തിൽ ഒളിക്കേണ്ട ഗതികേടിലെത്തി കേരളത്തിലെ CPM-ന്. വോട്ട് വെട്ടിമാറ്റലിൽ സർവകലാശാല തുടങ്ങിയ മോദിയുടെ കീഴിൽ പഠിച്ച CPM കേരളത്തിൽ തൻ്റെ ഗവേഷണ പ്രാഗൽഭ്യം തെളിയിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. എന്നിട്ടെന്തായി? എന്താവാൻ, പഴയ പോലെ തന്നെ ആ പരിപാടിയും അട്ടപട്ടലം മീഞ്ചി പൊളിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടടയിൽ മത്സരിക്കുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി വഴി കോൺഗ്രസിന് പണി കൊടുക്കാൻ ഇറങ്ങിയതായിരുന്നു സഖാക്കന്മാർ. പക്ഷേ ലക്ഷ്യം അങ്ങോട്ട് പാടി. കേരളത്തിലെ ജനവും കോൺഗ്രസും പറയുന്നത് സംഗതി CPM-ൻ്റെ ലക്ഷ്യം കുറിക്കു കൊണ്ടു എന്നാണ്. CPM-ൻ്റെ ലക്ഷ്യം കുറിക്കു കൊണ്ടുവന്നു. അതെങ്ങനെ? അതങ്ങനെയല്ല. ഒരു മുട്ടടയിൽ മാത്രം ഒതുങ്ങേണ്ട തെരഞ്ഞെടുപ്പും വൈഷ്ണയും ഇന്ന് സംസ്ഥാനം ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഉയർത്തി CPM. നന്ദിയുണ്ടേ. സത്യത്തിൽ എന്താ നടന്നത്? വൈഷ്ണവ സുരേഷിൻ്റെ വോട്ട് വെട്ടാനുള്ള ആസൂത്രിത ശ്രമമാണ് നടന്നത്. അന്തിമ പട്ടികയിൽ പേരുണ്ടായിരുന്നെങ്കിലും CPM പ്രവർത്തകർ ദിനേശിൻ്റെ പരാതിയിൽ പിന്നീടാണ് വൈഷ്ണവിയുടെ പേര് ഒഴിവാക്കപ്പെടുന്നത്. കണ്ടോ? CPM പറയുന്നതനുസരിച്ച് ചാടിക്കളിക്കടാ കൊച്ചുരാമ എന്ന് പറഞ്ഞ് അനുസരിക്കുന്ന കുറച്ച് കൊരങ്ങന്മാരാണ് ഇവിടെ ഉദ്യോഗസ്ഥരായി ഉള്ളത് എന്നതുകൊണ്ടാണ് ഇപ്പോൾ CPM-ന് ഇങ്ങനെ ഒരവസ്ഥ വന്നത്. കോടതി കാട്ടിക്കങ്ങോട്ട് കോടഞ്ഞു CPM-നെ. വൈഷ്ണ തൻ്റെ പേര് ഒഴിവാക്കിയതറിഞ്ഞ് കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സെല്ലിൽ കഴിഞ്ഞ ശനിയാഴ്ച നേതാക്കൾ ഉൾപ്പെടെ പരാതി നൽകാൻ ചെന്നെങ്കിലും ഈ CPM-ൻ്റെ ഉപജാപക ഉദ്യോഗസ്ഥ സംഘമുണ്ടല്ലോ, ഇത് സ്വീകരിക്കാതെ ചില പൂഴിക്കടകനൊക്കെ കളിച്ച് ഒഴിഞ്ഞു മാറി ഇങ്ങനെ നിന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതി വരെ പരാതി സ്വീകരിക്കാതെ നീട്ടിക്കൊണ്ടു പോവുക എന്ന തന്ത്രമായിരുന്നു അവർ കളിക്കാൻ മുതിർന്നത്. ഈ കളി മനസ്സിലാക്കിയ കോൺഗ്രസ് സ്പീഡ് പോസ്റ്റിലൂടെ രേഖകൾ അയച്ചു നൽകി സംഭവം അങ്ങോട്ട് വെടിപ്പാക്കി. അതിലും നടപടി ഉണ്ടായില്ല. മാത്രമല്ല, ഈ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ച് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഉറക്കം തൂങ്ങി അങ്ങോട്ട് ഇരുന്നു. തിങ്കളാഴ്ചയും കളക്ടറേറ്റിൽ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കളക്ടറെ കാണാൻ 1.5 മണിക്കൂറോളം ഇവർ കാത്തിരുന്നു. കളക്ടർ ഒരു യോഗത്തിലായിരുന്നു എന്ന പേരിൽ സമയം അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചതോടെ ADM പരാതി വാങ്ങുകയായിരുന്നു. എന്നാൽ ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരെ എന്ന് കോൺഗ്രസ് ചോദിച്ചപ്പോൾ ഇളിമ്പ്യ ചിരിയിൽ ഔദ്യോഗികത കലർത്തി ഉദ്യോഗസ്ഥർ. കഷ്ടം തന്നെ കേട്ടോ. ഈ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. വൈഷ്ണയ്ക്ക് അനുകൂലമായി കോടതിയിൽ കക്ഷി ചേരാൻ ശ്രമിച്ച കോർപ്പറേഷനെയും ഹൈക്കോടതി വെറുതെ വിട്ടില്ല. രൂക്ഷമായി വയറ് നിറച്ചങ്ങോട്ട് കൊടുത്തു കോടതി. വോട്ടർ പട്ടികയിൽ ഈ വൈഷ്ണയുടെ വീടിൻ്റെ നമ്പർ തെറ്റായിട്ടായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. ഇത് വോട്ടർ പട്ടികയിൽ വന്ന തെറ്റാണ്. എന്നാൽ ഈ സാങ്കേതികത്വത്തിൽ പിടിച്ച് വോട്ട് ഒഴിവാക്കി വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് CPM നടത്തിയത്. പക്ഷേ പിന്നീടത് ആട്ടപ്പാട്ടെല്ലാം പാളിപ്പൊളിയുന്നതും നമ്മൾ കണ്ടു. എൻ്റെ അമ്മോ, CPM-ൻ്റെ ബുദ്ധി അപാരം തന്നെ. അത് CPM-ന് ബൂമറാങ്ങായി എന്നത് മാത്രമല്ല, കോൺഗ്രസിന് പിടിവള്ളിയുമായി. വൈഷ്ണയ്ക്ക് ജയത്തിനുള്ള വഴിയും തുറന്നു. ഇനിയും കേരളത്തിൽ ചാകുന്നത് കീചകനെങ്കിൽ കൊന്നത് ഭീമനെന്ന് ഒരു സംശയവും വേണ്ട. എന്താ അല്ലേ? ഏതായാലും വൈഷ്ണയ്ക്ക് ലോട്ടറി തന്നെ കിട്ടി. കോടതി അനുകൂലമായതോടെ സ്ഥാനാർത്ഥി ഇപ്പോൾ വാർഡിൽ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ ബൗദ്ധിക പാർട്ടിയെന്നും
ഭുജിമാരെ കൊണ്ട് നിറഞ്ഞ തലത്തിൽ നിൽക്കുന്ന പാർട്ടിയെന്നും ഒക്കെയുള്ള വീമ്പ് പറഞ്ഞ സഖാക്കന്മാരും നേതാക്കളും ഇപ്പോൾ മണ്ണിനും ചാടാകത്തിനും പറ്റാതെ തുരുമ്പ് പിടിച്ച അവസ്ഥയിൽ എത്തിയതിൻ്റെ ഫലമാണ് ഇത്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മാനിഫെസ്റ്റോ ഇന്ന് ടിഷ്യൂ പേപ്പറിൻ്റെ വില പോലുമില്ലാതെ ചവറ്റുകൊട്ടയിലിട്ട് ചതിയുടെയും വഞ്ചനയുടെയും കുതികാൽ വെട്ടിൻ്റെയും പുതിയ മാനിഫെസ്റ്റോ എഴുതുകയാണ്. നന്ദി സഖാവേ നന്ദി, വൈഷ്ണയെ വാനോളം ഉയർത്തിയതിന് എന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് ഒപ്പ് ബ്ലിങ്ക് തുടരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.